ക്രിസ്തുവിൽ പ്രിയ സ്നേഹിതരെ, വിശുദ്ധ അഗസ്തിനോസ് ലത്തീൻ ഭാഷയിൽ സുന്ദരമായിട്ടുള്ള ഒരു വാക്യം പറയുന്നുണ്ട്. ബേനെ ക്യൂരിസ് സെഡ് എക്സ്ട്രാ വിയാം. യു റൺ വെൽ ബട്ട് യു ആർ ഓഫ് ദ ട്രാക്ക്. നിങ്ങൾ നന്നായി ഓടുന്നു, പക്ഷേ നിങ്ങൾ ട്രാക്കിന് പുറത്തുകൂടെയാണ് ഓടുന്നത്. എത്രയോ കഷ്ടമാണ് ഏറ്റവും നന്നായിട്ട് ഓടിയിട്ടും നാം ലക്ഷ്യത്തിൽ എത്തിച്ചേരുന്നില്ല എങ്കിൽ. ചിലരുടെ ജീവിതം നോക്കുമ്പോൾ കണ്ണഞ്ചിപ്പിക്കുന്നതാണ്. അസൂയാവഹമായിട്ടുള്ള നേട്ടങ്ങൾ നിറഞ്ഞതാണ്. നല്ല കരിയർ, ഏറ്റവും മികച്ച സ്ഥാപനത്തിൽ ജോലി, നല്ല ഭവനം, നല്ല കുടുംബം, നല്ല ബന്ധങ്ങൾ, ഇങ്ങനെ അവരെ നോക്കുമ്പോൾ അസൂയയോടെ മാത്രമേ നമുക്ക് ചില വ്യക്തികളെ നോക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അത്രമാത്രം സുന്ദരമായിട്ടുള്ള ജീവിതം. എന്നാൽ ചിലപ്പോൾ ചില പ്രതിസന്ധികൾ വരുമ്പോൾ അവർ പോലും തകർന്നു പോകുന്നതായിട്ട് നാം കാണുന്നുണ്ട്. കാരണം ഒന്ന് മാത്രമാണ്, അവരുടെ അടിസ്ഥാനം, ഫൗണ്ടേഷൻ ഉറപ്പുള്ള പ്രതലത്തിലല്ല അവർ പണിതിരിക്കുന്നത്. മറിച്ച് വളരെ കൺവീനിയൻ്റ് ആയിട്ടുള്ള, കുഴിക്കുവാനായിട്ട് പ്രയാസമില്ലാത്ത പ്രതലത്തിലാണ് അവർ തങ്ങളുടെ അടിസ്ഥാനം, ഫൗണ്ടേഷൻ പണിതിരിക്കുന്നത്. അതിനാൽ എത്ര കണ്ണഞ്ചിപ്പിക്കുന്ന ജീവിതമായാലും നാം ഏറ്റവും ഉറപ്പുള്ള പ്രതലമായിട്ടുള്ള ക്രിസ്തുവിൽ അല്ല നാം നമ്മുടെ ജീവിതം പണിത് ഉയർത്തുന്നതെങ്കിൽ അത് പെട്ടെന്ന് പാളിപ്പോകുവാനായിട്ടുള്ള, വീണു പോകുവാനായിട്ടുള്ള സാധ്യതയുണ്ട്. ജീവിതത്തിൽ പ്രതിസന്ധികളാകുന്ന കൊടുങ്കാറ്റും വെള്ളപ്പൊക്കവും ഉണ്ടാകുമ്പോൾ അത് വീണു പോകുന്നു. നമ്മുടെ ഉറച്ച അടിസ്ഥാനം എന്ന് പറയുന്നത് ക്രിസ്തു തന്നെയാണ്. എന്നാൽ അത് ക്രിസ്തുവിലുള്ള വിശ്വാസമല്ല, മറിച്ച് ക്രിസ്തുവിൻ്റെ വാക്കുകൾ, വചനങ്ങൾ അനുസരിച്ച് ജീവിക്കലാണ് ഉറച്ച പ്രതലം എന്ന് പറയുന്നത്. അത് കുഴിക്കുവാനായിട്ട് പ്രയാസമായിരിക്കും, സൗകര്യപ്രദമായിട്ടുള്ള പ്രതലമല്ലായിരിക്കാം. പക്ഷേ ആഴത്തിൽ കുഴിക്കുവാനായിട്ട് നാം വളരെയധികം കഷ്ടതകളിലൂടെ, പ്രതിസന്ധികളിലൂടെ കടന്നുപോയി ക്രിസ്തുവിലുള്ള വിശ്വാസം, ക്രിസ്തുവിലുള്ള ആശ്വാസം കണ്ടെത്തുകയാണെങ്കിൽ, അവിടുത്തെ വചനങ്ങൾ അനുസരിച്ച് ജീവിക്കാനായിട്ട് ശ്രമിക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും ഉറച്ച അടിസ്ഥാനം. വിശ്വസ്തനായ ഒരു പങ്കാളിയെ ലഭിക്കുക എന്നത് എത്രയോ സൗഭാഗ്യകരമാണ്. ചില വ്യക്തികൾ എത്ര സൗഭാഗ്യമുണ്ടായാലും, കണ്ണഞ്ചിപ്പിക്കുന്ന ജീവിതം ഉണ്ടായാലും, അവരുടെ ഏറ്റവും വലിയ സന്തോഷം ക്രിസ്തുവിൻ്റെ വചനങ്ങൾ പാലിച്ച് ജീവിക്കുക എന്നതാണ്. അതിനുദാഹരണമായിട്ട് നമുക്ക് വിശുദ്ധ തോമസ് മൂറിൻ്റെ ജീവിതം എടുത്തു നോക്കാം. അവിടുന്ന് ഇംഗ്ലണ്ട് സാമ്രാജ്യത്തിൻ്റെ സെക്കൻഡ് ഇൻ കമാൻഡർ ആയിരുന്നു. അതായത് ഏറ്റവും ശക്തനായ രണ്ടാമത്തെ വ്യക്തി, രാജ്യത്തിലെ തന്നെ ഏറ്റവും ശക്തനായ രണ്ടാമത്തെ വ്യക്തി, രാജാവ് കഴിഞ്ഞാൽ രണ്ടാമത്തെ ഏറ്റവും ശക്തനായ വ്യക്തി. എന്നാൽ ദൈവവചനം, സഭയുടെ പഠനങ്ങൾ, അവയെ മുറുകെ പിടിക്കാൻ വേണ്ടി തൻ്റെ പദവിയെ ഉപേക്ഷിക്കാനായിട്ട്, നിഷ്പ്രയാസം ഉപേക്ഷിക്കുവാനായിട്ട്, തൻ്റെ സമ്പത്തിനെ, തൻ്റെ കുടുംബ മഹിമയെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് മരണത്തെ പുൽകുവാനായിട്ട്, രക്തസാക്ഷിയാകാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു. കാരണം അദ്ദേഹത്തിൻ്റെ സമാധാനം ക്രിസ്തുവിലായിരുന്നു, അടിസ്ഥാനം ക്രിസ്തുവിലായിരുന്നു. ആർക്കും മോഷ്ടിച്ചു കൊണ്ടുപോകാൻ പറ്റാത്ത ഒരു സമാധാനം ഇത്തരത്തിലുള്ള വ്യക്തികൾക്ക് ഏത് പ്രതിസന്ധിയിലും അനുഭവിക്കാനായിട്ട് സാധിക്കും. അത് നമുക്ക് യേശുക്രിസ്തുവിൻ്റെ കുരിശുമരണത്തിലും വളരെ വ്യക്തമായിട്ട് ദർശിക്കാവുന്നതാണ്. അവിടുന്ന് പൂർണ്ണ ദൈവവുമാണ്, പൂർണ്ണ മനുഷ്യനുമായിരുന്നു. അവിടുന്ന് ആ പൂർണ്ണമായിട്ടുള്ള അദ്ദേഹത്തിലെ മനുഷ്യൻ പൂർണ്ണമായി സഹിക്കുന്നത് നാം കാണുന്നുണ്ട്. പക്ഷേ കുരിശിൽ കിടന്നുകൊണ്ട് അതുവരെ ആരും ചെയ്തിട്ടില്ലാത്ത രീതിയിൽ, കുരിശുമരണം പ്രാപിച്ചിട്ടുള്ള ആരും ചെയ്തിട്ടില്ലാത്ത രീതിയിൽ കുരിശിൽ കിടന്നുകൊണ്ട് പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന
യേശുവിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. അവരോട് ക്ഷമിക്കാനായിട്ട് പിതാവിനോട് പ്രാർത്ഥിക്കുന്ന യേശു, നല്ല കള്ളിന് പറുദീസ വാഗ്ദാനം ചെയ്യുന്ന യേശു തീവ്രവേദനയിലൂടെയാണ് കടന്നു പോയിരുന്നത്. എന്നാൽ ആ സമയത്തും പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റാനായിട്ടുള്ള ഒരു ആഗ്രഹം കൊണ്ട് ആർക്കും എടുത്തു മാറ്റാൻ പറ്റാത്ത സമാധാനം അനുഭവിക്കുന്ന ക്രിസ്തുവിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ക്രിസ്തുവിനെ സീരിയസ് ആയിട്ടെടുത്തുള്ള എല്ലാ വിശുദ്ധരിലും ഈ ക്വാളിറ്റി നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിനാൽ നമ്മുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് ക്രിസ്തുവിൽ ആയിരിക്കണം. ചിലപ്പോൾ നമ്മുടെ പാപാവസ്ഥകളായിരിക്കാം, ചിലപ്പോൾ അമിതമായിട്ടുള്ള ദുഃഖങ്ങളായിരിക്കാം, ഉത്കണ്ഠകളായിരിക്കാം. ഇവയൊക്കെ നമ്മുടെ ആത്മാവിനെ തളർത്തിക്കളയുന്ന അവസരങ്ങളുണ്ട്. ഈ സന്ദർഭങ്ങളിലെല്ലാം നാം ക്രിസ്തുവിലല്ല അടിസ്ഥാനമിട്ടിരിക്കുന്നത്, മറിച്ച് മറ്റെന്തിലേക്കുമാണ്. അതിനാൽ നമ്മുടെ അടിസ്ഥാനം ക്രിസ്തുവിൽ ആയിരിക്കണം. ക്രിസ്തുവിലുള്ള വിശ്വാസം അല്ല അടിസ്ഥാനമെന്ന് പറയുന്നത്, മറിച്ച് ക്രിസ്തുവിൻ്റെ വചനങ്ങൾ പാലിക്കുന്നതാണ്. അതാണ് കർത്താവ് വ്യക്തമായിട്ട് സുവിശേഷത്തിൽ പറഞ്ഞു തരുന്നത്. കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നവനല്ല, മറിച്ച് എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് സ്വർഗരാജ്യത്തിൻ്റെ അവകാശി. അതാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാനായിട്ടുള്ള കീ എന്ന് പറയുന്നത്. പ്രിയ സഹോദരങ്ങളെ, നാം നന്നായി ഓടുന്നവരായിരിക്കാം, സുന്ദരമായിട്ടുള്ള ജീവിതങ്ങൾ കെട്ടിപ്പടുക്കുന്നവരായിരിക്കാം. എത്രയോ കഷ്ടമാണ് നാം ഓഫ് ദ ട്രാക്ക് ആണെങ്കിൽ, ട്രാക്കിലൂടെ അല്ല ഓടുന്നതെങ്കിൽ. അതിനാൽ ലക്ഷ്യത്തിൽ എത്തിച്ചേരുകയാണ് പ്രധാനപ്പെട്ടത്. ഏത് പ്രതിസന്ധിയിലൂടെയും സഞ്ചരിക്കണമെങ്കിൽ, ഏത് കൊടുങ്കാറ്റിലും ഉറച്ചു നിൽക്കണമെങ്കിൽ ക്രിസ്തുവാകുന്ന അടിസ്ഥാനത്തിൽ ക്രിസ്തുവിൻ്റെ വചനങ്ങൾ പാലിച്ചുകൊണ്ട് ജീവിക്കുന്നവരായി നമുക്ക് മാറാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.